കൊയിലാണ്ടി ഉപജില്ലാ കായികമേളയ്ക്ക് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേളയിൽ 2500ഓളം കുട്ടികൾ പങ്കെടുക്കും. മേളയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് നിർവഹിച്ചു. അതേസമയം കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ കായികമേള നടത്താനുള്ള പരിമിതമായ സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താൻ സ്പോർട്സ് കൗൺസിലിന് സാധിച്ചില്ലെന്ന് സംഘാടക സമിതി അംഗം പ്രേം ബാസിൽ കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് കായികമേള ഈ വർഷം ആരംഭിച്ചത്. 62 തവണയും സ്കൂൾ സ്പോർട്സ് അല്ലെങ്കിൽ സ്കൂൾ കായികമേള എന്ന രൂപത്തിൽ നിന്ന് മാറി ഈ വർഷം പുതുതായി ആ കായികമേള സ്കൂൾ ഒളിമ്പിക്സ് ആയി മാറുകയാണ്. ആ പരിമിതികൾ കൊയിലാണ്ടി ഉപജില്ലാ കായികമേള നടക്കുമ്പോൾ അതിന് നിരവധി പരിമിതികൾ ഇവിടെ ഈ സ്റ്റേഡിയത്തിലുണ്ട്. ആ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കായികമേള വളരെ ഭംഗിയായി കൊയിലാണ്ടി ഉപജില്ലയിലെ മുഴുവൻ അധ്യാപകരുടെയും അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ഭരണസമിതികളുടെയും മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഭരണസമിതിയുടെയും സമ്പൂർണ്ണ സഹായത്തോടു കൂടിയാണ് കായികമേള എല്ലാ വർഷവും നടന്നു വരുന്നത്. എന്നാൽ സ്പോർട്സ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയിൽ വളരെ പരിമിതമായ സൗകര്യം പോലും ഏർപ്പെടുത്താൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് കായികമേളയുടെ ഏറ്റവും ആദ്യം നടക്കുന്ന മേളയുടെ ആരംഭം കുറിക്കുന്നത് സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടാണ് കായികമേള ആരംഭിക്കുന്നത്. ആ സുബ്രതോ കപ്പ് ഇവിടെ നടക്കുന്ന അവസരത്തിൽ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം പത്രദ്വാര നിങ്ങൾ വാർത്തയിൽ വായിച്ചു കാണും. അവിടെ ചളി നിറഞ്ഞു കിടക്കുന്ന ആ ഗ്രൗണ്ടിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ ഈ ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ ചുറ്റുപാട് നമുക്കറിയാം, ചുറ്റുപാട് അതിനാവശ്യമായ സൗകര്യങ്ങളില്ല. അപ്പോൾ ഇവിടെ ആവശ്യമായ ഗേറ്റുകൾ 3-4 ഗേറ്റുകളുണ്ട്, അതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. അത് അപകടകരമായ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് ഇവിടെ ഡ്രസ്സ് മാറ്റാനുള്ള റൂമുകൾ ഇല്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ തരത്തിലുള്ള ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ആ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് കൊയിലാണ്ടി ഉപജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും വളരെ താല്പര്യത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഈ കായികമേള 3 ദിവസമായി ഈ കൊയിലാണ്ടിയിൽ നടക്കുകയാണ്. ഈ പരിമിതികൾ സ്പോർട്സ് കൗൺസിൽ അത് മാറ്റിയെടുക്കാൻ തയ്യാറാകണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കൊയിലാണ്ടി GVHS പ്രിൻസിപ്പൽ NV പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജില പറവക്കൊടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. AEO മഞ്ജു MK പതാക ഉയർത്തി. ചടങ്ങിൽ വാർഡ് കൗൺസിലർ A ലളിത, പ്രജീഷ് ND, സുജീന്ദ്രൻ, ഗണേഷ് കക്കഞ്ചേരി, അനിൽ, DK ബിജു, നിശാന്ത്, ബഷീർ വടക്കയിൽ, നിഖിൽ, ബാലകൃഷ്ണൻ, ശ്രീഷു, സുരേഷ്, പ്രേം ബാസിൽ, രൂപേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KK മനോജ് നന്ദി പറഞ്ഞു.